കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ഓലനാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഈ ഡിഷ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വൻപയറാണ് വേണ്ടത് കേട്ടോ. വൻപയർ വെള്ളയായാലും റെഡ് കളർ ആയാലും കുഴപ്പമില്ല. രണ്ടും നമുക്ക് തലേദിവസം വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്ത് വെക്കണം. നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. അതുകൊണ്ടാണ് ഇത് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം എന്ന് പറയുന്നത്. ഇതേപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ മൂത്തത് വേണ്ട കേട്ടോ, മൂക്കാത്ത കുമ്പളങ്ങ വേണം കേട്ടോ. ഇളവൻ എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് വേണ്ടത്. മൂത്ത കുമ്പളങ്ങ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓലന് വേണ്ടത് മൂക്കാത്ത കുമ്പളങ്ങയാണ്. നമുക്കത് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ആദ്യം നമുക്ക് ഒരു കുക്കറിലേക്ക് വൻപയർ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചത് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ വേവണം കേട്ടോ. എന്നാലാണ് കറിയിലേക്ക് ഒന്ന് ഉടഞ്ഞ് കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. ഇനി കുമ്പളങ്ങ ഒരു കഷ്ണം ഞാൻ കഴുകി തോലൊക്കെ ചെത്തി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഓലന് കട്ട് ചെയ്യുമ്പോൾ വളരെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സാധാരണ കറികൾക്ക് കട്ട് ചെയ്യുന്ന പോലെ വേണ്ട. കനം കുറച്ച് ഇങ്ങനെ സ്ക്വയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോ നാട്ടിലേക്കും ഓരോ രീതിയിലാണല്ലേ. ഞാനിവിടെ ഇതേപോലെയാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് നമുക്കിത് തിളയ്ക്കുമ്പോഴേക്കൊക്കെ ഒന്ന് വെന്ത് കിട്ടും. എന്നാൽ വെന്തങ്ങ് കലങ്ങൊന്നും വേണ്ട. അതേ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. വളരെ ഹെൽത്തിയാണ്. വൻപയറായാലും ഈ കുമ്പളങ്ങ ആയാലും നമുക്ക് കഴിക്കുന്നത് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ഇടയ്ക്കൊക്കെ ഇതേപോലെ ഈ കറി നമുക്ക് തയ്യാറാക്കി കഴിക്കാം കേട്ടോ. ഒരു സൈഡ് ഡിഷാണ്, വളരെ ടേസ്റ്റിയാണ്. കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കഴുകിയതുകൊണ്ട് പിന്നെ കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു ചട്ടിയിലോ ഒരു കടായിലോ എന്തിലേക്ക് വേണമെങ്കിലും നമുക്കിത് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടത് ഇതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കണില്ല. അതുകൊണ്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് ചേർക്കേണ്ടത് കേട്ടോ. പിന്നെ പാകത്തിന് വെള്ളവും അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കേണ്ടതാണ്. അപ്പോൾ വെള്ളമൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഓലൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയം വൻപയർ കുക്കറിൽ വിസിലൊക്കെ വന്ന് വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കൂട്ടുകാരെ, ഈ സമയം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കൂടെ ഹൈപ്പും കൂടി ചെയ്യണം. നന്നായിട്ട് വെന്തു. അപ്പോഴേക്കും നമ്മൾ കുമ്പളങ്ങ വേവിക്കാൻ വെച്ചതിൻ്റെ വെള്ളമെല്ലാം വറ്റി പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഒന്ന് ഇടയ്ക്കൊക്കെ നോക്കണം, അടിയിലൊന്നും പിടിക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച വൻപയർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഭാഗം മതിയാവും കേട്ടോ. നമ്മൾ കുമ്പളങ്ങ എടുക്കുന്നതിൻ്റെ ഒരു 1/4 ഭാഗം ചേർത്താൽ മതി. കൂടുതൽ വേണ്ട ആവശ്യമില്ല. അതും കൂടി ചേർത്തു. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ പാല്, വെള്ളം ചേർത്ത് അടിച്ചെടുത്ത തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അത് അത്യാവശ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കിത് മിക്സാക്കി എടുക്കണം. ഈ തേങ്ങാപ്പാലിൽ ഈ പയറും ഈ കുമ്പളങ്ങയും ഉപ്പും മുളകും എല്ലാം കൂടി ഒന്ന് പിടിച്ച് സെറ്റായിട്ട് വരട്ടെ. ഒന്ന് അടച്ചു വെച്ച് വേണമെങ്കിൽ വേവിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരണം കേട്ടോ. ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. വെള്ളം ചേർത്തത് കൊണ്ട് തന്നെ ആ വെള്ളത്തിൻ്റെ ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിനായിട്ടൊന്ന് അടച്ചു വെച്ചു കേട്ടോ. കുറച്ച് സമയം വെച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാൽ അതൊന്ന് തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരല്പം വറ്റിയിട്ടുണ്ട്. എന്നാൽ എരിവും ഉപ്പും എല്ലാം ഇതിലേക്ക് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യത്തെ പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് കട്ടിയുള്ള പാലാണ്. ആ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർക്കാം. കൂടുതൽ തിളയ്ക്കേണ്ടതൊന്നും ആവശ്യമില്ല. സിമ്മിലിട്ടിട്ട് നമുക്കിതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. പയറും കുറച്ച് കുമ്പളങ്ങയൊക്കെ കൂടി ഒന്ന് ഉടച്ച് കുറുകി ഒന്ന് വരട്ടെ. അപ്പോൾ നല്ലൊരു ഗ്രേവി ആയിരിക്കും. നല്ല ടേസ്റ്റും കൂടി കിട്ടും. കണ്ടില്ലേ, അത്യാവശ്യം കുറച്ച് മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ
1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ കറിക്ക് താളിക്കുന്നൊന്നുമില്ല. കുറച്ച് വെളിച്ചെണ്ണ 1 സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഓലൻ റെഡിയായി. എല്ലാവരുടെയും അഭിപ്രായം പറയണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.